ഇതിന് ഉത്തരവാദി ഇപ്പോഴത്തെ പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. ഈ 3 മാസക്കാലം നമുക്ക് ലഭിക്കേണ്ട മഴ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ പിടിപ്പുകേടും അവരുടെ അനാസ്ഥയും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോഴത്തെ UDA ഗവൺമെന്റ് വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാധാരണ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന മഴ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ പവർ പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ട കഴിഞ്ഞ ഗവൺമെൻറ് അത് ചെയ്തില്ല. അത് ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാനുള്ള തീവ്ര ശ്രമം കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദി ഇപ്പോഴത്തെ പവർ കട്ടിന് ഉത്തരവാദി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരാണ്. അവരതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയാണ് അവർ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു വിഷയത്തിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 10 വർഷം ഈ ഒരു പവർ കട്ട് ഇല്ലായിരുന്നു. UDF സർക്കാർ വന്നേ പിന്നെയാണ് ഈ പവർ കട്ട് ദിവസം 1 മണിക്കൂർ കട്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയല്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റിസർവോയറുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്നു. പലപ്പോഴും റിസർവോയറുകൾ അധികം മഴ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ റിസർവോയറുകളിലെ വെള്ളം നമ്മൾ തുറന്നു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കാലയളവിൽ ഈ 3 മാസക്കാലം നമുക്ക് ലഭിക്കേണ്ട മഴ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ റിസർവറുകളിൽ വൈദ്യുതി ഉൽപ്പാദിക്കാനുള്ള വെള്ളം ഇല്ലാതെ വന്നപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. DYFIക്കാർ അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ അവർക്ക് ഹാങ് ഓവർ മാറിയിട്ടില്ലല്ലോ. അവർ അധികാരം നഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ തന്നെ 3-ാം ദിവസം സമരം ചെയ്തവരാണ് DYFIക്കാരും മാർക്സിസ്റ്റുകാരും. അവരിനി സമരം ചെയ്തുകൊണ്ടിരിക്കും. അവരിനി 1 മാസമല്ല, 3 മാസമല്ല, 10 വർഷം വരെ അവർ സമരം ചെയ്യേണ്ടി വരും. അതെ. അങ്ങനെ DYFIക്കാർ കഴിഞ്ഞ 10 വർഷം ഒരു സമരവും ചെയ്തില്ലല്ലോ. അവരെല്ലാം അധികാരത്തിന്റെ ശീതളച്ചായിലായിരുന്നല്ലോ. മന്ത്രിമാരുടെ കാല് തടവുകയും AKG സെന്ററിൽ സ്തുതി പാടുകയായിരുന്നല്ലോ. ഇപ്പൊ അവരൊന്ന് പുറത്തു വന്നതിൽ സന്തോഷമുണ്ട്.